നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ്. രാജ്യത്ത് ഒരിക്കൽ കൂടി BJPയുടെ നേതൃത്വത്തിൽ NDA അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നേടുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമാണ് ഇനി അറിയാനുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം ഇത്രയും സമയം എത്തിച്ചേരുമ്പോൾ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിലൂടെ സുരേഷ് ഗോപി കേരളത്തിൽ താമര വിരിയിച്ചിരിക്കുന്നു. തൊട്ടു പിന്നിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയാണ്. 20,000 വോട്ടിൻ്റെ ലീഡ് തുടരുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ നൽകാവുന്നതാണ്. എന്തായാലും കേരളത്തിൽ BJPയെ വിജയിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന ഇടതു വലതു കൂട്ടുകെട്ടിൻ്റെ ശക്തികളെ തട്ടിമാറ്റിക്കൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് തൃശ്ശൂരിൻ്റെ മണ്ണിൽ, ശക്തൻ തമ്പുരാൻ്റെ മണ്ണിൽ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ചരിത്രം കുറിച്ചിരിക്കുന്നു. സുരേഷ് ഗോപി അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നടത്തിയത് ഒരു ജൈത്രയാത്ര തന്നെയാണ്. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ 2,78,000 വോട്ട് നേടിയതിനു ശേഷം തൃശ്ശൂരിനെ തൻ്റെ കണ്ണിലുണ്ണി പോലെ കൊണ്ട് നടന്ന ഒരു മനുഷ്യൻ, ഒരു മനുഷ്യസ്നേഹി, തൃശ്ശൂരിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയതിന് തൃശ്ശൂരിൻ്റെ ജനത ഒടുവിൽ സുരേഷ് ഗോപിക്ക് അതിൻ്റെ പാരിതോഷികം നൽകിയിരിക്കുന്നു. 60,000-ലധികം വോട്ടിൻ്റെ ലീഡ് നേടി. ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇടത് വലത് കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട് തൃശ്ശൂരിൻ്റെ മണ്ണിൽ സുരേഷ് ഗോപി ഇതാ വിജയഗാഥ രചിച്ചിരിക്കുന്നു. തൃശ്ശൂരിലെ മാത്രമല്ല, കേരളത്തിലെ BJP പ്രവർത്തകർക്ക് ആഹ്ലാദിക്കാനുള്ള വക ലഭിച്ചിരിക്കുന്നു. കേരളത്തിൽ BJP ചരിത്രം കുറിച്ചിരിക്കുന്നു. കേരളത്തിലെ 20 സീറ്റുകളിൽ ഒരു കാലത്ത് സ്ഥാനാർത്ഥികൾ പോലുമില്ലായിരുന്ന കാലത്ത് നിന്ന് BJP നടത്തിയ പടയോട്ടമാണിപ്പോൾ നമുക്ക് ദൃശ്യമാകുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ 3 തവണ പറന്നിറങ്ങി എന്ന് നമ്മൾ ഓർക്കണം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ എന്തെല്ലാം വൃത്തികെട്ട പ്രചരണങ്ങൾ ഇടതു വലത് മുന്നണികൾ നടത്തി. സുരേഷ് ഗോപിയുടെ പ്രചരണ ബോർഡുകൾ പോലും നശിപ്പിച്ചില്ലേ, പോസ്റ്ററുകൾ പോലും നശിപ്പിച്ചില്ലേ. സുരേഷ് ഗോപി പ്രചരണത്തിനെത്തിയപ്പോൾ മുദ്രാവാക്യം വിളിച്ച് കൂക്കി വിളിച്ച് രാഷ്ട്രീയ മാന്യത പോലും കാണിക്കാത്ത CPM-ൻ്റെയും CPI-യുടെയും ശൈലിക്കെതിരെയാണ് തൃശ്ശൂരിലെ ജനത ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അദ്ദേഹം മാതാവിനൊരു സ്വർണ്ണക്കിരീടം സമർപ്പിച്ചപ്പോൾ അതിൻ്റെ പേരിലും പുകിലുണ്ടായി. ആ സ്വർണ്ണക്കിരീടത്തിൻ്റെ മാറ്റു നോക്കാൻ CPM-ഉം കോൺഗ്രസും രാത്രി തട്ടാൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്നുള്ളത് എത്രയോ രസകരമായ കാര്യമാണ്. പിന്നാലെ അദ്ദേഹം നോമ്പ് കഞ്ഞി കുടിച്ചതിനെക്കുറിച്ച് എത്രയൊക്കെയോ ട്രോളുകൾ. ഒരു മാധ്യമപ്രവർത്തകയെ കൊണ്ട് കള്ള പരാതി കൊടുപ്പിച്ച് ബലാത്സംഗ കേസ് എടുത്തു സുരേഷ് ഗോപി എന്ന മാന്യനെതിരെ. എന്നിട്ട് രാഖി രാമാനം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നീക്കമുണ്ടായി. ഒടുവിൽ സ്റ്റേഷനിൽ നേരിട്ടെത്തി സുരേഷ് ഗോപി. എന്നിട്ടും അദ്ദേഹത്തിനെ വേട്ടയാടൽ തുടർന്നു. പിണറായി പോലീസിനെ കൊണ്ട് ഈ സർക്കാർ എത്രയോ തവണ വേട്ടയാടാൻ ശ്രമിച്ചു. അപ്പോഴെല്ലാം തലയുയർത്തിപ്പിടിച്ച് നട്ടല് വളയ്ക്കാതെ നെഞ്ചുയർത്തി തന്നെയാണ് തൃശ്ശൂരിൻ്റെ മണ്ണിൽ നിന്ന് സുരേഷ് ഗോപി ജനങ്ങളോട് സംസാരിച്ചത്. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറി സുരേഷ് ഗോപി. 6 വർഷക്കാലം രാജ്യസഭാ MP ആയിരുന്നപ്പോൾ നടത്തിയ വികസനങ്ങൾക്ക് ജനങ്ങൾ മറുപടി നൽകിയിരിക്കുകയാണ്. കരിവന്നൂരിൽ പാവപ്പെട്ടവൻ്റെ കോടികൾ തട്ടിയെടുത്ത CPM-കാർക്കെതിരെ, ഇടതുപക്ഷക്കാർക്കെതിരെ അദ്ദേഹം സമരം നയിച്ചപ്പോൾ തൃശ്ശൂരിൻ്റെ ജനത അദ്ദേഹത്തെ നെഞ്ചേറ്റിയതാണ്. പാവങ്ങൾക്ക് വേണ്ടി അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കുന്ന എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിലുണ്ട്. ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാരുന്ന ഇത്തരം ജന്മങ്ങൾക്കിടയിൽ ഈ സുരേഷ് ഗോപിയാണ് ശരിയെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് കേരളത്തിലെ ജനത. ഇതൊരു തുടക്കം മാത്രമാണ്. അടിവരയിട്ട് പറയുന്നു, ഇതൊരു തുടക്കം മാത്രമാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ തുടങ്ങി വച്ചത് കേരളമാകെ കത്തിപ്പടരും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുകോട്ടകളെയും വലതുകോട്ടകളെയും ഈ തെരഞ്ഞെടുപ്പ് ഫലം ഞെട്ടിപ്പിച്ചിരിക്കുന്നു. ചിലപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് 370 സീറ്റ് കിട്ടിയില്ല, 400 സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണം പറയാം. പക്ഷേ 372 സീറ്റ് മതി സാർ ഇന്ത്യയിൽ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം നേടാൻ. 272 സീറ്റ് നേടിയവർ അധികാരത്തിൽ കയറും, അവരിൽ ഒരാൾ പ്രധാനമന്ത്രിയാകും. അതാണ് ഇന്ത്യയുടെ ഭരണഘടന.
പിന്നീട് 282, 92, 302, 390 എന്നൊക്കെയുള്ളത് വെറും നമ്പറുകൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ BJPക്ക് സീറ്റ് കുറഞ്ഞോ കൂടിയോ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ നിങ്ങൾക്ക് 272 കിട്ടിയില്ലല്ലോ എന്ന് ആശ്വസിക്കുക, അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുക. അതാണ് നല്ലത്. ഇപ്പോൾ വരും ചർച്ചകൾ നരേന്ദ്രമോദിയുടെ പരാജയമാണ്. നരേന്ദ്രമോദിയെ ജനങ്ങൾ തിരസ്കരിച്ചു. നരേന്ദ്രമോദിക്ക് 400 കിട്ടിയില്ല, നരേന്ദ്രമോദിക്ക് 380 കിട്ടിയില്ല എന്നൊക്കെ. അപ്പോൾ പിന്നെ നരേന്ദ്രമോദിക്ക് 400 കിട്ടാനാണെങ്കിൽ പിന്നെ ഇവിടെ 10-40 പാർട്ടികൾ, കുറ്റിച്ചൂല് വരെയുള്ള പാർട്ടികളെ ചേർത്ത് നിങ്ങൾ മത്സരിച്ച് എന്തിനാ ഓരോരുത്തർക്ക് 2 സീറ്റ് വെച്ച് വാങ്ങാനോ? അപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി മൂന്നാം തവണയാണ് അധികാരത്തിലേക്ക് വരുന്നത്. നിലവിൽ രാജ്യത്ത് ഭരിക്കുന്ന പാർട്ടിയാണ്. ഭരണവിരുദ്ധ വികാരത്തിനെ മറികടന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണ്ടേ, 2014 മത്സരിച്ച് വിജയിച്ചു, 2019 നരേന്ദ്രമോദി മതി എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിച്ചു. 2024 അവർ പറയുന്നു ഇന്ത്യയിൽ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായാൽ മതി, ഞങ്ങൾക്ക് മോദി മതി. അതിൻ്റെ അർത്ഥമല്ല ഈ 296 ആയാലും 300 ആയാലും ആ സീറ്റുകൾ. അങ്ങനെ കേവലം സാങ്കേതികത്വത്തിൻ്റെ പേരിൽ പഴിചാരിക്കൊണ്ട് ന്യായം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്വയം കൃതാർത്ഥരാകാം. അതിനു മാത്രമേ നിങ്ങൾക്കിനി പറ്റൂ. അല്ലാതെ ഇന്ത്യയിലെ ഭരണം നടത്താൻ പ്രധാനമന്ത്രി കസേരയിലേക്ക് നടന്നു കയറാൻ രാഹുൽ ഗാന്ധിയും മമതയും കെജ്രിവാളും ഒക്കെ ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ പുതിയൊരു യുഗപ്പിറവിയാണിത്. കേരളത്തിൽ ഒരു യുഗപ്പിറവി എന്ന് ഉറപ്പിച്ചു പറയാം. കേരളം കാവി അണിയുന്നതിൻ്റെ തുടക്കമിട്ട് കഴിഞ്ഞു സുരേഷ് ഗോപി. തൃശ്ശൂരിൻ്റെ മണ്ണിൽ, ശക്തൻ തമ്പുരാൻ്റെ മണ്ണിൽ സുരേഷ് ഗോപി വിജയിച്ചു കയറുകയാണ്. തൃശ്ശൂരിൻ്റെ ജനത നെഞ്ചേറ്റിയ തൃശ്ശൂർ പൂരത്തെ അലങ്കോലമാക്കിയതിന് കിട്ടിയ തിരിച്ചടി കൂടിയാണിത്. അത് പറയാതെ വയ്യ. ആ തൃശ്ശൂർ പൂരത്തെ ബോധപൂർവം തൃശ്ശൂരിലെ ഹൈന്ദവനും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ നെഞ്ചേറ്റി അവരുടെ സാംസ്കാരിക ഉത്സവമായ തൃശ്ശൂർ പൂരത്തെ ബോധപൂർവം അലങ്കോലപ്പെടുത്താൻ നടത്തിയ നീക്കങ്ങൾക്ക് കൂടിയുള്ള തിരിച്ചടിയാണിത്. സുരേഷ് ഗോപി വിജയിച്ചു കയറുകയാണ്. മോദി മന്ത്രിസഭയിൽ ഒരു കേന്ദ്രമന്ത്രിയായി തൃശ്ശൂരിൻ്റെ മണ്ണിൽ തിരിച്ചെത്താനുള്ള ഒരു തുടക്കമിട്ട് കഴിഞ്ഞു സുരേഷ് ഗോപി. എന്തായാലും രാജ്യത്ത് BJPയുടെ തേരോട്ടം തന്നെയെന്ന് ഉറപ്പിച്ച് പറയാം. സംസ്ഥാനത്ത് ഇടതുമുന്നണി തകർന്നു തരിപ്പണമായിരിക്കുന്നു. UDFന്റെ വമ്പൻ മുന്നേറ്റമുണ്ട്, ഒപ്പം BJPയുടെ വമ്പൻ മുന്നേറ്റമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ LDF ഒരു സീറ്റിലേക്കായി ചുരുങ്ങുകയാണ്, ലീഡ് ഒരു സീറ്റിലേക്ക് ചുരുങ്ങുകയാണ്. ഇത് കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വികാരം കൂടിയാണ്. കേരളത്തിലെ ഭരണം എത്രമാത്രം ചീഞ്ഞു നാറിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണിത്. കേരളത്തിലെ CPMനെ, ഇടതുമുന്നണിയെ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു. കേരളത്തിൽ പുതിയൊരു താരോദയമുണ്ടായിരിക്കുന്നു. കേരളത്തിൽ BJPയെ ജനങ്ങൾ നെഞ്ചേറ്റി തുടങ്ങിയിരിക്കുന്നു. വരും കാലങ്ങളിൽ അത് വലിയ ഒരു മാറ്റമായി കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.